നമസ്കാരം മക്കളെ. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കോവയ്ക്ക പച്ചടിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. കോവയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിലൊരു പച്ചടി ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. വീണ്ടും വീണ്ടും ആവശ്യപ്പെടും ഇങ്ങനെയൊരു കോവയ്ക്ക പച്ചടി തയ്യാറാക്കി തരാനായിരിക്കും. അത്രയ്ക്ക് രുചിയാണ്. വേറെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ ഇത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഒറ്റ തവണയെങ്കിലും മക്കളെ കോവയ്ക്ക കിട്ടുമ്പോൾ തൈരും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ദിവസവും വെക്കാൻ നമ്മൾ ശ്രമിക്കും. അതിനായിട്ട് വളരെ കിളർന്ന കനം കുറഞ്ഞ 300 ഗ്രാം കോവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഒരു 200 ഗ്രാം കണക്കാക്കി നല്ല കട്ട തൈരാണ്, പുളി കുറവുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങായും ആണ് നമ്മൾ ഇതിനായിട്ട് ചേർക്കുന്നത്. നമുക്കിനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വട്ടം ചെറിയ നല്ല ഇച്ചിരി കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഇത്രയും കനം വേണം. വെറും നൈസ് ആവരുത് കേട്ടോ. അത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കണം. മൂത്ത് കഴിയുമ്പോൾ ഇതങ്ങ് ചൊങ്ങി പോകേണ്ട ഇത്രയും കനം വേണം. അപ്പോൾ ഇതേ കനത്തിൽ നമ്മളത് ചെറിയ സൈസ് ആയതുകൊണ്ട് ഇത്രയും കനത്തിൽ വേണം. ഇതേ കനത്തിൽ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഈ തേങ്ങ ഒന്ന് അരച്ച് വെക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും നല്ല ജീരകവും ചേർത്ത് 2 ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 2 ചേർത്ത് നമുക്കൊരു തരിതരിപ്പോടുകൂടി ഫൈൻ പേസ്റ്റ് ആക്കേണ്ട അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കോവയ്ക്കകത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത ഉടനെ തന്നെ നമ്മളിത് പാകം ചെയ്യണം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ചട്ടി ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ചട്ടിയെല്ലാം അങ്ങ് പൊട്ടിപ്പോകും, അതിൻ്റെ ചെവിട് അങ്ങ് പൊട്ടിപ്പോവാം. അതുകൊണ്ട് നമ്മുടെ ചട്ടി ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ എണ്ണയും ചൂടാകും. അപ്പോൾ നമ്മുടെ ചട്ടിക്ക് കേടുപാടുകളൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ എണ്ണ ചൂടായി. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കോവയ്ക്ക നമുക്ക് 2-3 ട്രിപ്പായിട്ട് വറുത്തെടുക്കും. കാരണം ഞാൻ 1 ടേബിൾ സ്പൂൺ 3 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ 3 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2-3 ട്രിപ്പായിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കുക. നമ്മൾ വെറുതെ വെളിച്ചെണ്ണ വേസ്റ്റ് ആക്കുന്നതിന്. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ മാത്രം മതി നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പെല്ലാം നല്ല മൂത്ത് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് മൂക്കണം. അപ്പം കരിയരുത്. ഇതേ പാകമാകാവുള്ളൂ, ഇത്രയും പാകത്തിലാകാവുള്ളൂ. ഇനി അടുത്ത ട്രിപ്പ് കൂടെ നമ്മളിങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2ആയിട്ട് പിളർന്ന് 2 കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പച്ചമുളക് ഞെരടി നമുക്ക് ഈ കോവയ്ക്ക കൂടെ ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിതിനകത്തിട്ടൊന്ന് മൂപ്പിച്ച് നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രൈ ആയിട്ടെടുക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് പറഞ്ഞു. ഇനി വേറെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി അതിനകത്തേക്ക് ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. കാശ്മീരി മുളകാണ് കേട്ടോ. വറ്റൽമുളക് ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ടു. അത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് വേവിക്കുന്നത്. നമ്മുടെ അരപ്പ് വേവണം, അതുപോലെ തന്നെ പച്ചമുളക് വേവണം. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്താണ് നമ്മൾ അരച്ചത്. കാരണം നമ്മൾ അരപ്പ് വേവിക്കണം. ഞാനിങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഞാൻ തയ്യാറാക്കുന്ന രീതിയാണിത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെന്ത് കുറുകി വരണം. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ കോവയ്ക്കകത്ത് ഉപ്പ് ചേർത്തായിരുന്നാലും ഉപ്പ് ചേർത്ത് നമുക്കിനി ഇതിങ്ങനെ കുറുകാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഈ കടുക് ഞാൻ ചതച്ചാണ് ചേർക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റിൻ്റെ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചതച്ച് 1 ടീസ്പൂൺ കടുക് ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ചതച്ച് നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒന്ന് വേവിച്ച് കുറുകി പറ്റാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ ഇരുന്ന് കുറുകി പറ്റുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തൈര് ഒന്ന് ഉടച്ചെടുക്കാം. തൈരിലേക്ക് നമ്മളിതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. അന്ന് നമ്മളിങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ മിക്സിക്കകത്തിട്ട് അങ്ങ് അടിച്ചാൽ അതങ്ങ് വെള്ളമായി പോകും. പിന്നെ അത് ഒരു കറിയുടെ രൂപമാവും. അതുകൊണ്ട് ഉടച്ചെടുത്താലേ ഇതിനുള്ള നല്ല കുറുകി നമ്മുടെ കറി ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നല്ലതുപോലെ നമ്മുടെ സ്പൂണിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇങ്ങനെ ഉടച്ച്
ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ടെക്സ്ചറിൽ വേണം നമുക്ക് കിട്ടാൻ, കണ്ടില്ലേ. ഇനി നമ്മുടെ അരപ്പെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പറ്റി നല്ല കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്ത് കൂട്ടി യോജിപ്പിക്കുകയാണ്. നമ്മുടെ ഈ അരപ്പ് തണുത്തതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ടേസ്റ്റ്, എനിക്കിതാണ് ടേസ്റ്റ്. ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഇത് തയ്യാറാക്കിയാൽ. ഈ സമയത്ത് നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന കോവയ്ക്കായും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് കൂട്ടി. ഇനി നമുക്കിതിനകത്ത് കടുക് വറക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഞാനൊരു സ്പൂൺ കടുക് വറുത്തത് 2 വറ്റൽമുളകൊക്കെ കൂടെ കോരി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. 2 കറിവേപ്പില ഇട്ട് കൊടുത്തായിരുന്നു, അതും കാണിക്കാൻ വിട്ടുപോയി. അപ്പം നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന വറവ് അതിനകത്ത് ചേർത്ത് കൊടുക്കുവാണ്. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി. കണ്ടില്ലേ, ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം വളരെ ടേസ്റ്റാണ് മക്കളെ. നമ്മൾ പച്ചയ്ക്ക് അരപ്പിനകത്ത് ഞാൻ ചേർക്കില്ല. ഞാൻ ഇങ്ങനെയാണ് പച്ചടി എല്ലാം തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ പിന്നെ കടുകിൻ്റെ പച്ചച്ചുവയും മാറും, നമ്മുടെ അരപ്പിൻ്റെയും ആ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചച്ചുവ മാറും. അപ്പോൾ ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും മക്കളെ കോവയ്ക്ക കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. ഒരു തവണ എങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. കണ്ടില്ല, ഈ പച്ചമുളകൊക്കെ ഞണ്ടി കഴിക്കാൻ എന്താ ടേസ്റ്റാണെന്നറിയാമോ. ഒരു ചമ്മന്തിയും ഒരു മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ട് ഈ ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് മക്കളെ. അപ്പോൾ ഒരു തവണ എങ്കിലും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പഴയതുപോലെ അമ്മയെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അതിന് ഷെയറും ചെയ്യണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ. പിന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇനേബിൾ ചെയ്യണം. എങ്കിലേ അമ്മയുടെ വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണം. അപ്പം മക്കളെ എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കുക. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ശരി മക്കളെ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും അമ്മയുടെ നന്ദി, നമസ്കാരം. കണ്ടില്ലേ, എത്ര ടേസ്റ്റായിട്ടുള്ള കറിയാണ്. ഒറ്റ തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ.